രാമനാമത്തിന്റെ പുണ്യം നെഞ്ചിലേറ്റി ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഹൈന്ദവനും ക്രിസ്തുദേവന്റെ അറ്റമില്ലാത്ത കാരുണ്യം ഹൃദയത്തിലേറ്റുന്ന ക്രൈസ്തവനും പ്രപഞ്ചനാഥന്റെ പ്രകീർത്തനങ്ങളിൽ ആത്മശാന്തി കണ്ടെത്തുന്ന മുസൽമാനും വ്യത്യസ്തരല്ല, ഒരേ മണ്ണിൽ വേരൂന്നി നിൽക്കുന്ന സൗഹാർദ്ദ മരത്തിന്റെ തണലുകളാണെന്ന് അഖിലാണ്ട മണ്ഡലത്തെ ബോധ്യപ്പെടുത്തിയ പുണ്യപ്രവാചകൻ. അമ്പലമുറ്റത്ത് തെളിയുന്ന വിളക്കിന്റെ നാളവും പള്ളിമേടുകളിൽ പ്രകാശിക്കുന്ന കുരിശിന്റെ അടയാളവും മിഹ്റാബിൽ തിളങ്ങി നിൽക്കുന്ന തസ്ബീഹ് മാലയുടെ പവിത്രതയും പരസ്പരം വിദ്വേഷം വിധിക്കാനല്ല, മറിച്ച് സ്നേഹത്തിന്റെ വൻമതിലുകൾ പടുത്തുയർത്താനാണെന്ന് പ്രപഞ്ചത്തോട് വിളംബരം ചെയ്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദുൻ നബവിയുടെ പവിത്രമായ മണ്ണിൽ വന്നെത്തിയ നജ്റാനിലെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് അവരുടെ ആചാരപ്രകാരം പ്രാർത്ഥന നടത്താൻ പ്രവാചകന്റെ പള്ളിയുടെ വാതിലുകൾ വിശാലമായി തുറന്നു കൊടുത്തുകൊണ്ട് ലോക ചരിത്രത്തിന്റെ താളുകളിൽ മതസൗഹാർദ്ദത്തിന്റെ സുവർണ വരികൾ കുറിച്ചിട്ട കാരുണ്യത്തിന്റെ പ്രവാചകൻ ത്വാഹാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1501 ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കോപ്പ ഇർഷാദു സുബിയാൻ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നൂറുൽ അലാ നൂർ മീലാദ് ഫെസ്റ്റ് 2K26 പ്രൗഢമായ മീലാദ് റാലിയാണ് കമ്മിറ്റി ഭാരവാഹികളും മദ്രസ വിദ്യാർത്ഥികളും ഉസ്താദുമാരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും അണിനിരന്ന് ത്വയ്ബയുടെ തിരുമുറ്റത്തു നിന്നും വീശിയടിക്കുന്ന അനുരാഗത്തിന്റെ സുഗന്ധവാഹിയായ മദ്ഹിന്റെ ഈരടികളാൽ മണ്ണിലും വിണ്ണിലും പ്രവാചക പ്രകീർത്തനത്തിന്റെ അലയൊലികൾ തീർത്ത് വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന മുഹിബ്ബീങ്ങളുടെ മനസ്സകങ്ങളിൽ ഇഷ്കിന്റെ നറുമലരുകൾ വിരിയിച്ചുകൊണ്ട് കൽബുകളിൽ ഇഷ്കിന്റെ താളപ്പെരുമയൊരുക്കുന്ന ദഫ് സംഘത്തിന്റെ അകമ്പടിയോടെ ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് ആശീർവദിക്കുക പ്രിയമുള്ളവരെ.